ഇന്ത്യ മുന്നണിയുടെ വിശാല യോഗവും BJP പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഡൽഹിയിൽ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട അജണ്ട. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെ വിമർശനമുയരാനും സാധ്യത. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം BJP വിശകലനം ചെയ്യും. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, വിവരങ്ങൾ. എസ്കെൻ, രണ്ടു വശത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പോകുന്നത്. 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ പാർലമെന്റിൽ ഇത്ര വലിയ പ്രതിരോധം BJPക്ക് നേരിടേണ്ടി വരുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ മാത്രമാണ്. അത് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ അതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ നടന്ന ആക്രമണം അതീവ ഗുരുതരമാണ് എന്ന തന്റെ അഭിപ്രായം പ്രധാനമന്ത്രി ഇതിനകം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുന്നത്. രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ എങ്ങനെ നേരിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഏതാണ്ട് പകുതിയോളം പ്രതിപക്ഷ MPമാർ അവർ സസ്പെൻഷനിൽ കഴിയുന്ന ഒരു സാഹചര്യം അടക്കമുള്ളവ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ നിയമനിർമ്മാണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഒക്കെ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം. ഒപ്പം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രചരണ പരിപാടികൾ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ റാലികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി പോവുകയാണ്. കേരളത്തിൽ 2-ാം തീയതിയൊക്കെ വരുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച സന്ദേശവും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ നൽകും. മറുവശത്ത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ സംസ്ഥാനങ്ങളിലുണ്ടായ സംസ്ഥാന നിയമസഭകളിലേക്കുണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുക. ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള വിമർശനം നേരിടേണ്ടി വരും. കാരണം ഈ കനത്ത പരാജയം ഉണ്ടായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം മറ്റ് ഘടകകക്ഷികളെ, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളെ ആരെയും ഉൾപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉയരും. മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ ഉണ്ട്. മമതാ ബാനർജിയെ സംബന്ധിച്ച് മമതാ ബാനർജി ഇതിനകം ഇന്നലെ വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു പൊതു മിനിമം പരിപാടി രൂപീകരിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാകും. ഒരു പൊതു ചിഹ്നമടക്കമുള്ളവയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഇനിയും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശാലമായിട്ട് ഇന്ത്യ മുന്നണിയുടെ അടുത്ത യോഗം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.